അവിടെ PMSSY ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് അവിടെ MRI സ്കാനിങ് മെഷീൻ്റെ UPS റൂമിലാണ് അവിടെ നിന്നാണ് പുക പടർന്നത്. ആ സംഭവമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളും അവിടെ ഗ്രൗണ്ട് +6 ആണ് ഉള്ളത്. അപ്പോൾ എല്ലാ നിലകളിലും പരിശോധന നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഞാനവിടെ ചെന്ന് അവലോകനം നടത്തി. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫ്ലോറായിട്ട് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബിൽഡിങ് അത് പൂർണ്ണമായി മറ്റു കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അന്ന് അതായത് ഞായറാഴ്ച വൈകുന്നേരം തന്നെ അവിടെ കറണ്ട് കണക്ഷൻ കൊടുത്തിരുന്നു. ആ UPS റൂമിൻ്റെ ആ ഭാഗമൊക്കെ ഒഴികെ എമർജൻസി വിഭാഗവും അതുപോലെ 1, 2, 3, 4, 5, 6 ഫ്ലോറുകളിലും കറണ്ട് കണക്ഷൻ കൊടുത്തിരുന്നു. ഈ ദിവസങ്ങളിൽ ഇപ്പോഴവിടെ നടന്നത് 6ാമത്തെ ഫ്ലോറിൽ ഉൾപ്പെടെ 6ലും 5ലും തിയേറ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഫ്ലോറുകളിൽ അവിടെ മെഷീൻസ് കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടുത്തെ സീലിംഗ് ലൈറ്റിൻ്റെ പെൻഡൻറ്റ് അവിടെയാണ് ഈ രീതിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചെറിയ രീതിയിൽ അവിടെ പുക വന്നത്. അപ്പോൾ ഇതൊരു പരിശോധനയുടെ ഭാഗമാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് മുഴുവൻ കെട്ടിടവും പരിശോധിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ഫ്ലോറായിട്ട് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മുന്നോട്ട് പോയത്. അങ്ങനെ 6ാമത്തെ ഫ്ലോറിലുള്ള മെഷീൻസ് കണക്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയും അത് ഫങ്ഷണൽ ആണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ പരിശോധന നടന്നത്. അപ്പോഴാണ് ഇതുണ്ടായിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ നിശ്ചയിച്ച കാര്യം പറഞ്ഞിരുന്നു. സാങ്കേതികമായിട്ടുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുമെന്നുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. അവരാണ് വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സാങ്കേതികമായിട്ട് നൽകേണ്ടതായിട്ടുള്ളത്. അവർ ആ റിപ്പോർട്ട് നൽകും. ഇത് കൂടാതെ ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്കിടയിൽ 6ാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും. അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും. LSGDയുടെ എൻജിനീയർ ഉണ്ടാകും. അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക വിഭാഗങ്ങളിലെ എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഒരാളുണ്ടാകും. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സബ് കളക്ടറായിരിക്കും ഫയർ ഓഡിറ്റിൻ്റെ സമിതി അത് ചെയർ ചെയ്യുക. അത് ഈ പരിശോധനയ്ക്കിടെ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഫയർ ഓഡിറ്റ് കൂടി ഈ കെട്ടിടത്തിൽ നടത്തുന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടുത്തെ പുകയുയരുന്നു, അങ്ങനെ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതിലാണ് ഇന്നിപ്പോൾ വീണ്ടും ഇങ്ങനെ പുകയുയരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എന്താണ്? ഇപ്പോൾ ഈ ഒരു പ്രാഥമികമായിട്ടെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ മീറ്റിങ്ങിൽ തന്നെ സാങ്കേതിക ഉദ്യോഗസ്ഥരോട് ഇത് ചോദിച്ചിരുന്നു. എൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് പോലീസ് പങ്കെടുത്തിരുന്നു, ഫയർഫോഴ്സ് പങ്കെടുത്തിരുന്നു, PWD ഇലക്ട്രിക്കൽ വിഭാഗം പങ്കെടുത്തിരുന്നു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പങ്കെടുത്തിരുന്നു. അതുകൂടാതെ മറ്റ് PWDയുടെ സിവിലും വിഭാഗം ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അത് സാങ്കേതികമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. കാരണം അവർ ആ വോൾട്ടേജ് മെഷർ ചെയ്തപ്പോൾ 12.9 എന്നുള്ളതാണ് കണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ബാറ്ററിയുടെ. അപ്പോൾ അതൊരു വലിയ വോൾട്ടേജ് അല്ല എന്നുള്ളതാണ്
അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത്. അപ്പോൾ വലിയൊരു കറണ്ട് ഫ്ലോ അവിടേക്ക് ഉണ്ടാകാനുള്ള ആ നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ബാറ്ററിയിലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സാങ്കേതികമായി അന്വേഷിച്ച് മാത്രമേ എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ എല്ലാ തലങ്ങളിലുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന അവരെ നടന്നു. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും. അതിനനുസരിച്ചിട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതുകൂടാതെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി. പിന്നെ ഈ ശനിയാഴ്ച തീപിടുത്തം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്സിൻ്റെ MRI മെഷീനാണ് അവിടെ ഉള്ളത്. അവരുടെ തന്നെ UPS ആണ്. അത് മറ്റൊരു കാര്യത്തിനും മറ്റൊരു ലൈനിലേക്കോ അങ്ങനെ കണക്ട് ചെയ്യുന്നതല്ല, മറ്റൊരു സംവിധാനത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അത് ഡെഡിക്കേറ്റഡ് ടു MRI ആണ്. അപ്പോൾ ഫിലിപ്സ് അവരോടും നമ്മളൊരു റിപ്പോർട്ട് തേടിയിരുന്നു. അവരുടെ ഏജൻസിയാണ്, അവർ പറഞ്ഞ ഏജൻസി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ അവരോടും റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ.